അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, ഇഖ്റ നോളജ് ഹബിൻ്റെ പ്രഥമ സനത് ദാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഖുർആൻ ആൻഡ് സയൻസ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നാം എല്ലാം ഖുർആനിൻ്റെ അഹ്ലുകാരാണ്. ഖുർആൻ നിരന്തരം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമുക്ക് ഖുർആൻ അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ആഴത്തിൽ അതിൻ്റെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇതിനെ ഇത്തരത്തിൽ ആഴത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഈ കാലത്ത് നമ്മുടെ ഈ മോഡേൺ യുഗത്തിൽ നടക്കുന്ന അഥവാ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പല സാങ്കേതിക അഥവാ പല ശാസ്ത്ര തെളിവുകളും നമുക്ക് 1400 വർഷങ്ങൾക്ക് മുൻപ് അവതരിച്ച ആ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഒരു സത്യമാണെന്ന് നാം ഈ ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ് ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാവരുടെയും പക്കലുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നാം അതൊന്നും മനസ്സിലാക്കുന്നില്ല. ശാസ്ത്രം ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാം അത് ചിന്തിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാറില്ലാത്തതാണ് വാസ്തവം. സൂറത്ത് ത്വാരിഖിലെ 6-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, ഈ ആയത്തിൻ്റെ അർത്ഥം എന്നത് തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ്, അത് നട്ടലിനും വാരിയലുകൾക്കും ഇടയിൽ നിന്ന് പുറപ്പെടുന്നു. ശരിക്കും ഇവിടെ നട്ടലിനും വാരിയലിനും ഇടയിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം എല്ലാവരും ഒരു ഭ്രൂണമായി ഇരിക്കുമ്പോൾ ഒരു ഉമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ ടെസ്റ്റിസ് അഥവാ ഉത്പാദന ശേഷിയുള്ള അവയവം ആദ്യമായി ഉണ്ടാവുന്നത് ഈ പറഞ്ഞ നട്ടലിനും വാരിയലിനും ഇടയിലുള്ള സ്ഥലത്താണ്, അതായത് കിഡ്നിയോട് ചേർന്ന്. അതുമാത്രമല്ല, ഈ കുട്ടി വളർന്നു വലുതാകുമ്പോൾ ആ ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട നാഡിഞരമ്പുകൾ പോകുന്നതും ആ ഒരു ഭാഗത്തോട് തന്നെയാണ്. ഇത് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 18-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആൻ ഇത് 1400 വർഷങ്ങൾക്ക് മുൻപേ പറയുന്നുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നുണ്ട്. ഇത് തികച്ചും ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു തെളിവാണ് ഇവിടെ പറഞ്ഞത്. ഒരുപാടധികം തെളിവുകളും ഒരുപാടധികം സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും ഉള്ള ഈ ഖുർആനിൽ നമുക്കറിയാം, കടൽ അഥവാ സമുദ്രം എന്നത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് വൈവിധ്യമാർന്ന ജീവികളും മറ്റു സസ്യജന്തുജാലങ്ങളും ജീവിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണ് സമുദ്രം എന്നത്. സമുദ്രത്തെക്കുറിച്ച് അള്ളാഹു സൂറത്ത് നൂറിൻ്റെ 24-ാം വചനത്തിൽ എന്തോ ഒന്ന് നമ്മോട് പറയാനായി ഉദ്ദേശിക്കുന്നുണ്ട്. ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജിയ്യി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതും ബഅ്ദുഹാ ഫൗഖ ബഅ്ദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് ഓഷ്യനോഗ്രഫി, സമുദ്രത്തെക്കുറിച്ച് നടക്കുന്ന പഠനത്തിന് പറയുന്ന ശാസ്ത്രീയമായ ഒരു നാമമാണ് ഓഷ്യനോഗ്രഫി എന്നത്. ഈ ഒരു ഓഷ്യനോഗ്രഫി എന്ന പഠനത്തിൽ നമുക്കറിയാം, കടലിനെ കുറിച്ച് പണ്ടത്തെ കാലഘട്ടത്തിലെ ആളുകൾ
കടലിനടിയിലേക്ക് ആഴത്തിൽ സഞ്ചരിക്കാറില്ലായിരുന്നു. സമുദ്രത്തിലൂടെ കപ്പൽ യാത്രകൾ മാത്രം നടത്തിയിരുന്ന അവർക്ക് ഒരിക്കലും കടലിൻ്റെ ആഴത്തിലുള്ള അതിനെക്കുറിച്ചുള്ള അറിവുകൾക്ക് അവർ ലഭിക്കുകയില്ല എന്നൊരു സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആൻ പറയുന്നത് മൗജും മിൻ ഫൗഖിഹി മൗജ്, തിരമാലകൾക്ക് മുകളിൽ തിരമാലകൾ ഉണ്ടെന്നാണ് അള്ളാഹു ഈ വചനത്തിലൂടെ പറയുന്നത്. സ്വാഭാവികമായും പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആരോടെങ്കിലും ഇത് പറയുകയാണെങ്കിൽ അവർക്ക് ഇതിൽ വലിയതായി ഒന്നും ശ്രദ്ധിക്കാനുണ്ടാവുകയില്ല. എന്നാൽ ഓഷ്യനോഗ്രഫി അഥവാ സമുദ്രശാസ്ത്രത്തെക്കുറിച്ച് നടന്ന പഠനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് സമുദ്രത്തിന് മുകളിലുണ്ടാവുന്ന ഒന്നാമത്തെ തിരമാല അഥവാ സർഫസ് വേവ്സ്, അതിനുശേഷം രണ്ടാമതായും സമുദ്രത്തിൻ്റെ ആഴത്തിൽ രണ്ടാമതായി ഇൻറ്റേർണൽ വേവ്സ് എന്ന് പറയുന്ന വേറെ ഒരു തിരമാല കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഒലുമാത്തും ബാലുഹ ഫൗഖ ബാൽ, കടലിൻ്റെ അടിയിലെ ഇരുട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരുപാടധികം സോണുകൾ അഥവാ മേഖലകളാണ് കടലിൻ്റെ ഇരുട്ടിനെ അപേക്ഷിച്ച് അതിനെ തിരിച്ചിരിക്കുന്നത്. ആ ആഴങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഓരോ ആഴത്തിലെത്തുമ്പോഴും അവസാനം കടലിൻ്റെ അടിത്തട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രത്തോളം ഇരുട്ടാണ് കടലിനടിയിലെന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത്. ഇതാ പറയുന്നത് ഇതാ അഖ്റജ യദഹു, ഒരാൾ അയാളുടെ കൈ നീട്ടിയാൽ അതുപോലും അവന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ, അത്രത്തോളം കൂരിരുട്ടാണ് കടലിനടിയിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരും സമുദ്രത്തിൽ സഞ്ചരിക്കാറില്ലായിരുന്നു, സമുദ്രത്തിനടിയിലേക്ക് ആരും സഞ്ചരിക്കാറില്ലായിരുന്നു. അഥവാ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ജീവനോടെ വരാനുള്ള അവസ്ഥ വളരെയധികം കുറവായിരുന്നു. ഈ ഒരു കാലത്തിൽ ഇത്രത്തോളം ഓഷ്യനോഗ്രഫി എന്ന് ഈ കാലത്ത് പുലർന്നുകൊണ്ടിരിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ അന്നത്തെ കാലത്തും വളരെ വ്യക്തമായ രീതിയിൽ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നാം ഓരോരുത്തരും ഖുർആൻ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നാം എത്ര പരിശോധിച്ചാലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മൾക്ക് ഖുർആനിൽ കൂടി കാണാൻ സാധിക്കുന്നതാണ്. സൂറത്ത് താരിഖിൻ്റെ ആദ്യ ഭാഗം തന്നെ എടുത്തു നോക്കാം. വസ്സമാഇ വത്താരിഖ്, ഈ ആയത്തിൻ്റെ അർത്ഥം ആകാശവും രാത്രിയിൽ വരുന്നതിനെയും സാക്ഷിയാക്കി. വമാ അദ്റാക മത്താരിഖ്, രാത്രിയിൽ വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയാമോ? അത് തുളച്ചു കയറുന്ന പ്രകാശവുമുള്ള ഒരു നക്ഷത്രമാകുന്നു എന്ന്. ഇവിടെ നമ്മൾ സൂറത്ത് ത്വാരിഖിന്റെ ആ ത്വാരിഖ് എന്ന പദത്തിന്റെ അർത്ഥം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ അർത്ഥം വരുന്നത് തട്ടുന്നവൻ അല്ലെങ്കിൽ മുട്ടുന്നവൻ എന്നതാണ്. 1967 ആസ്ട്രോണമി, അതായത് ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുന്ന ചില ഗവേഷകർ റേഡിയോ ആസ്ട്രോണമിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഒരു നക്ഷത്രം, പൾസാർ എന്ന് പറയുന്നൊരു നക്ഷത്രം. അവർ ആ നക്ഷത്രത്തിൻ്റെ റേഡിയോ വേവ്സ്, അതായത് ആ നക്ഷത്രത്തിൻ്റെ റേഡിയോ തരംഗങ്ങൾ സൗണ്ടിൻ്റെ രൂപത്തിലാക്കിയപ്പോൾ അവർക്ക് കേൾക്കാൻ സാധിച്ചത് ഒരു കതകിൽ മുട്ടുന്ന ഒരു തട്ടുന്ന ഒരു ശബ്ദമായിരുന്നു അവർക്ക് അന്ന് അവിടെ കേൾക്കാൻ സാധിച്ചത്. ഇത് കണ്ടുപിടിച്ചത് ജോസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. നോർത്തേൺ അയർലൻഡിലുള്ള ജോസാലിൻ ഫ്രാങ്ക്ലിൻ. ഈ നക്ഷത്രങ്ങളിലെ പ്രകാശങ്ങൾ ആയിരക്കണക്കിന് കോടി അകലെയുള്ള പല സ്ഥലങ്ങളിലും പതിക്കാറുണ്ട്. അതുകൊണ്ടാകാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ആയത്തിൽ കൂടി അത് തുളച്ചു കയറുന്ന പ്രകാശമുള്ള നക്ഷത്രമാകുന്നു എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ താഖിബ് എന്ന വാക്കിൻ്റെ അർത്ഥവും തുളച്ചു കയറുന്നത് എന്നാണ്. ഈ നക്ഷത്രം രാത്രിയിൽ വരുന്നതുമാണെന്ന് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുൻപേ നമ്മോട് പറയുന്നുണ്ട്. നാം അത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. 1967 ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച ഈ ഒരു കാര്യം ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നുണ്ടെങ്കിൽ ഖുർആൻ എന്നത് ഒരു ചെറിയ വേദഗ്രന്ഥമല്ല, അത് ഒരു ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. മറ്റൊരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ദൃഷ്ടാന്തം സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹു വിവരിക്കുന്നു. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, തീർച്ചയായും നാം ആണ് ആകാശത്തെ സൃഷ്ടിച്ചത്,
നമ്മുടെ ശക്തി കൊണ്ട് തന്നെ നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു തന്നെയാണ് ഈ ഒരു ആകാശത്തെ സൃഷ്ടിച്ചത്, അതിനെ അള്ളാഹു വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന്. വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർ വിചാരിച്ചു കൊണ്ടിരുന്ന സ്റ്റാറ്റിക് യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം എന്നത് നിശ്ചലമായിരുന്നു എന്നാണ്. പ്രപഞ്ചം അനങ്ങുന്നില്ല. എന്തിനേറെ പറയുന്നു, സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഭ്രമണപഥങ്ങളിൽ കൂടിയല്ല, അത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, അത് ആരെയും വലം വയ്ക്കുന്നില്ല എന്ന് പോലും വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു പണ്ടത്തെ കാലം. ആ കാലത്താണ് അള്ളാഹു പറയുന്നത്, ആകാശത്തെ സൃഷ്ടിച്ച അള്ളാഹു തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. ഈ ഒരു ആയത്തിൽ നമുക്കറിയാം, അള്ളാഹു വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 1929 എഡ്വിൻ ഹ്യൂബിൾ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ഭൂമി അഥവാ യൂണിവേഴ്സ്, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത്. ഹബിൾസ് ലോ എന്ന പേരിൽ അദ്ദേഹം ഒരു ലോ ഇറക്കുകയുണ്ടായി. അതിൻ്റെ ഉള്ളിൽ പറയുന്നത് എന്തെന്നാൽ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അന്നത്തെ കാലത്ത് 1400 വർഷങ്ങൾക്ക് മുൻപ് ടെലിസ്കോപ്പ് ഇല്ലായിരുന്നു, ബഹിരാകാശ യാത്രകൾ നടക്കാറില്ലായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഇത്രത്തോളം സത്യമായ കാര്യങ്ങൾ അന്നത്തെ കാലം മുതൽ തന്നെ ഇങ്ങനെ പ്രവചിക്കാൻ സാധിക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ, അതിനെക്കുറിച്ച് നാം ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ അത് സത്യസന്ധമായ, അത് ദൈവികമായ ഒരു ഡിവൈൻ പവറിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നും ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്നതും ശാസ്ത്രം മുമ്പ് തെളിയിച്ചിട്ടുള്ള കാര്യവുമെല്ലാം ഖുർആനിൽ നേരത്തെ വന്നതായിരുന്നു. നാം എല്ലാവരും ഖുർആൻ ചുമ്മാ കാണാതെ പഠിക്കുകയോ അത് കേൾക്കുന്നതനുസരിച്ച് ജീവിക്കുകയല്ല വേണ്ടത്. മറിച്ച് ആ ഖുർആൻ്റെ അകത്ത് എന്തുവാണ് പറയുന്നത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഓരോ വചനങ്ങളെ പറ്റി ചിന്തിച്ചും കൊണ്ട് വേണം നാം എല്ലാവരും ജീവിക്കാൻ. അത്തരത്തിൽ നമ്മെ ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.